ഗാസ ദുരന്തഭൂമിയായി മാറുന്നു. ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുന്നു. അതിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ കരയാക്രമണം തുടരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വെടിനിർത്തലിനായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു. ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക മന്ത്രിതല യോഗം ഗാസ ആക്രമണത്തെ അപലപിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബ്രസീൽ വിദേശകാര്യമന്ത്രി മൗറോ വിയേറ, ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യമന്ത്രി സിൻഡിസിവെ ചിഗുങ്ക എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. UN ജനറൽ അസംബ്ലി സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു 3 രാജ്യങ്ങളുടെയും മന്ത്രിമാർ യോഗം ചേർന്നത്. വെസ്റ്റ് ബാങ്കും ഗാസയും പലസ്തീൻ്റെ ഭാഗമാണ്. പലസ്തീൻകാരുടെ സ്വയം നിർണയാവകാശം സംരക്ഷിക്കണം. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം. ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ വിട്ടയക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതിനിടെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് UAE. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള സന്ദർശിച്ചു. UN പൊതുസഭയ്ക്കിടെയാണ് സന്ദർശനം. ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. UN പൊതുസഭയ്ക്കിടെയാണ് ന്യൂയോർക്കിൽ വെച്ച് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത്. പലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്ക് സ്വീകാര്യമാകുന്ന വിധം ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല നടപ്പാക്കാൻ തയ്യാറാവണമെന്നും UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ശ്രമങ്ങളെ UAE പിന്തുണയ്ക്കും. എല്ലാത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുമെതിരെ UAE ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ആദ്യമായാണ് ഒരു അറബ് നേതാവ് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഷെയ്ഖ് അബ്ദുള്ള ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി. അതിനിടെ ഗാസയിൽ ശക്തമായി ആക്രമണം തുടരുന്ന ഇസ്രായേലിന് UNൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകുന്നത്. ഓരോ 8 മിനിറ്റിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായി UN പറയുന്നു. അതിനിടെ UN പൊതുസഭയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂക്കുവിളികളോടെയാണ് പ്രതിനിധികൾ സ്വീകരിച്ചത്. പ്രസംഗം തുടങ്ങിയപ്പോൾ പ്രതിനിധികളിൽ ഭൂരിഭാഗവും ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രസംഗിച്ച ഭൂരിഭാഗം നേതാക്കളും ഗാസയിലെ ആക്രമണത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. ചർച്ചകളിൽ പുരോഗതിയെന്നും വെടിനിർത്തൽ ഉടനുണ്ടാകുമെന്നും പ്രഖ്യാപിച്ച് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിനും ഹമാസിനും ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് അറിയാമെന്നും വെടിനിർത്തൽ ഉടനെ യാഥാർത്ഥ്യമാകുമെന്നുമാണ് ട്രംപ് ട്രൂ സോഷ്യലിലൂടെ അറിയിച്ചത്.